ഇടുക്കി അടിമാലിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമത പോസ്റ്റർ സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്റർ പ്രചരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി ഓഫീസിന് മുന്നിലും ടൗണിലും പോസ്റ്റർ ഉണ്ട്. വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും. അമൽനാഥ്, കേരളത്തിലെ എല്ലാ ജില്ലകളിലും കോൺഗ്രസ് സമാനമായ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇപ്പോൾ വിമത പോസ്റ്റർ ഇറങ്ങിയിരിക്കുന്നത്, എന്തൊക്കെയാണ് പറയുന്നത് പോസ്റ്ററിൽ? ഇടുക്കി അടിമാലിയിൽ ആണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമത പോസ്റ്റർ ഉയർന്നിരിക്കുന്നത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് ഈ പോസ്റ്റർ പ്രചരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി ഓഫീസിന് മുന്നിലും ഒപ്പം തന്നെ ടൗണിലെ വിവിധ ഭാഗങ്ങളിലുമായാണ് ഈ പോസ്റ്റർ നിലവിൽ ഇപ്പോൾ പതിപ്പിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അടിമാലി ഡിവിഷൻ സീറ്റ് പേയ്മെന്റ് സീറ്റാക്കി മറ്റൊരാൾക്ക് വിറ്റു എന്നതടക്കം ഈ പോസ്റ്ററിൽ നിലവിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഇടുക്കിയിലെ വിവിധ ഭാഗങ്ങളിലായി ഇത്തരത്തിൽ ഈ കോൺഗ്രസിന്റെ അകത്ത് വലിയ പോര് തന്നെയാണ് നടക്കുന്നത്. ഒടുവിൽ ഒരു ധാരണ എന്ന രീതിയിൽ 17 ഡിവിഷനുകളിൽ 12 ഡിവിഷനുകളിലേക്ക് കോൺഗ്രസ് മത്സരിക്കാൻ ധാരണയാവുകയുമായിരുന്നു. എന്നാൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാക്കളെ പരിഗണിക്കാത്തതിൽ വലിയ അമർഷമാണ് നിലവിൽ ഇപ്പോൾ ജില്ലക്കകത്തുള്ളത്. ഈ കരിമണ്ണൂർ ഡിവിഷനിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റായ ടോണി തോമസിനെ ആദ്യം പരിഗണിച്ചിരുന്നു. എന്നാൽ പിന്നീട് അത് സിറ്റി മെമ്പറായ ഇന്ദു സുധാകരനെ ആ സീറ്റ് നൽകുകയായിരുന്നു. ജനറൽ സീറ്റ് എന്തുകൊണ്ട് ഒരു വനിതയ്ക്ക് നൽകി എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഉയർത്തുന്നു. ഇത്തരത്തിൽ വിവിധ മണ്ഡലങ്ങളിൽ സമാനമായ അല്ലെങ്കിൽ വിവിധ സീറ്റുകളിൽ സമാനമായ ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പിലിന് സാധ്യത ഉണ്ടായിരുന്ന ഉപ്പുതറ ഡിവിഷനിലും തർക്കം അവസാനിക്കാത്ത ഒരു സാഹചര്യം ഉണ്ട്. ഇത്തരത്തിൽ എല്ലാ സീറ്റുകളിലും സമാനമായ രീതിയിൽ തർക്കം തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ 7 ഡിവിഷനിൽ മാത്രമാണ് കോൺഗ്രസ് നിലവിൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവിധ സീറ്റുകളിൽ ഈ തർക്കം തുടരുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ കോൺഗ്രസിനെതിരെ ഇത്തരത്തിലൊരു പോസ്റ്റർ പ്രചരിപ്പിച്ചിരിക്കുന്നത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് നിലവിൽ ഇപ്പോൾ പോസ്റ്റർ ഈ ജില്ലക്കകത്തെ വിവിധ ഭാഗങ്ങളിലായിട്ട് ടൗൺ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ചും പതിപ്പിച്ചിരിക്കുന്നത്.